കൂട്ടുകാർക്കും മച്ചസ് ഫ്ലവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇളനീര് അല്ലെങ്കിൽ നമ്മുടെ കരിക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹൽവേന്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും ഒന്ന് കണ്ടു നോക്കാം. ഇളനീർ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു ഇളനീരിന്റെ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ടകളൊന്നും ഇല്ലാണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളനീരിൻ്റെ ഉള്ളിലുള്ള തേങ്ങ ഇതേപോലെ എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇനി ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏതെങ്കിലും അടി നല്ല കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെയും ഇളനീരിൻ്റെയും കൂടെയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 5 ഏലക്കാൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുരു മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട്സ് ഇതേപോലെ ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തേക്കുന്നത്. അതിൽ നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് കാഷ്യൂ നട്ടും പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് ഹലുവേൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തട്ടി കൊടുക്കുക. ഇതുപോലെ
ഒരു സ്പൂൺ വെച്ചിട്ട് മേൽഭാഗം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിൽ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഇളനീർ ഹൽവ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്കൊന്നും ഇങ്ങനെ വിടുത്തി കൊടുക്കാം. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ചുകൂടെ നോക്കാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.